ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കണ്ടാലോ. ഇന്ന് സൺഡേ ആട്ടാ. സൺഡേ പൊതുവേ നേരം വൈകി എണീക്കുന്ന ഒരു ദിവസമാണ്. നേരം വൈകി എണീറ്റ് ചായ വെച്ച് പുട്ടുണ്ടാക്കി. അത് കഴിഞ്ഞ് മോളെ വിളിക്കാൻ നോക്കിയിട്ടാ. അപ്പം മോള് നല്ല ഉറക്കത്തിലാണ്. 9 മണിയായിട്ടും എണീറ്റിട്ടില്ല കേട്ടാ. ഇവിടെ എല്ലാവർക്കും പതയുള്ള ചായ ആട്ടാ ഇഷ്ടം. പത കുറഞ്ഞു കഴിഞ്ഞാൽ ആരും കുടിക്കില്ല. അത് കഴിഞ്ഞ് വീണ്ടും മോളെ വിളിക്കാൻ പോയിട്ടാ. മോളെ വിളിച്ച് എണീപ്പിച്ച് ഞാനപ്പോൾ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു. ആളത് വന്ന് നിന്ന് കുറച്ച് നേരം കണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് പോയി പല്ല് തേച്ച് പുട്ടും പഴവും ചായയൊക്കെ കൊടുത്തു കേട്ടാ. അത് കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോൾ ഇതാട്ടെ എൻ്റെ അടുക്കള കോലം. എൻ്റെ മോളിന്ന് പറഞ്ഞു നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ അമ്മേന്ന്. അപ്പം പിന്നെ വേഗം പോയി ഇല മുറിച്ച് കൊണ്ടുവന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടാ. സിമ്പിളായിട്ട് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ തിരിച്ചു. ഒരു ചമ്മന്തിയും ഒരു പയറുപ്പേരിയും. പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഒരു വികാരമല്ലേ. ഇവിടെ അങ്ങനെ തന്നെ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്താൽ ആൾക്ക് വേറെ ഒന്നും വേണ്ട കേട്ടാ. ആളത് ഫുള്ളും കഴിച്ചോളും. വേറെ എന്തുണ്ടാക്കി കൊടുത്താലും ആൾക്ക് ഭയങ്കര മടിയാണ്. അപ്പം പിന്നെ മുട്ടയൊക്കെ പൊരിച്ച് പൊതിച്ചോറ് കെട്ടാൻ ഇലയൊക്കെ വാട്ടി പൊതിച്ചോറ് കെട്ടാൻ തുടങ്ങിയിട്ടാ. പൊതിച്ചോറ് കെട്ടാൻ തുടങ്ങിയപ്പോഴേക്കും ആളെൻ്റെ അടുത്തെത്തി. എങ്ങനെ കെട്ടണേ, എന്തുറ്റാ വെച്ചേക്കണേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരാഴ്ചയായിട്ട് മോൾക്കും എനിക്കും പനിയും തലവേദനയും അതൊക്കെയായിരുന്നു കേട്ടോ. അത് കാരണമാണ് പിന്നെ പൊതിച്ചോറ് ഉണ്ടാക്കാം, അവളെ വാശി പിടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചത്. വയ്യ എങ്കിലും പിന്നെ എണീറ്റ് അവൾ പറഞ്ഞതല്ലേ, അപ്പം പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ മീനച്ചാറിടണം, ഇന്ന് കുറേ പണികളുണ്ടെന്ന്. 2 പൊതിയാട്ടാ പൊതിച്ചോറ് കിട്ടിയത്. ഒന്ന് എനിക്കും മോൾക്കും. എൻ്റെ പൊതിയിൽ ഞാൻ അച്ചാറിട്ടു, മോളുടെ പൊതിയിൽ ഞാൻ അച്ചാറിട്ടില്ല. കാരണം അവൾ നാരങ്ങ അച്ചാർ കഴിക്കില്ല കേട്ടാ. അത് കാരണം പൊതിച്ചോറ് കിട്ടണ കണ്ട് അവൾക്ക് വളരെ സന്തോഷമായി. കാരണം അവൾ പറഞ്ഞു ഞാൻ വെച്ചോളമ്മേ എന്ന് പറഞ്ഞ് അവൾ മേശയമ്മ കൊണ്ടുവന്ന് വെച്ചു കേട്ടാ. അത് കഴിഞ്ഞ് സിങ്കിൻ്റെ അവിടെ നോക്കിയപ്പോൾ സിങ്ക് ഒരു അക്ഷയപാത്രമായിട്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സിങ്കിൽ പാത്രങ്ങളായിരിക്കും. ഞങ്ങൾ 3 പേരുള്ളെങ്കിലും എൻ്റെ സിങ്ക് എപ്പോഴും നിറഞ്ഞാൽ കിടക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മീനച്ചാറിടണമെന്ന്. അതിനുള്ള മീനുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇത്തിരി വിനാഗിരിയും കൂടി തിരുമ്പി വെച്ചു കേട്ടോ. അതും ഉപ്പും മുളകൊക്കെ പിടിച്ചാലാ അത് വറക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ വിനാഗിരി ഒഴിക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വിട്ട് പോരും ചീഞ്ചട്ടിന്ന്, അതിന് വേണ്ടിയാട്ടാ. അപ്പോഴേക്കും ഞാൻ എൻ്റെ പാത്രം കഴുകി അടുക്കള ക്ലീനാക്കിയിട്ടാ. അടുക്കള ക്ലീനാക്കി കഴിഞ്ഞ് ഞാൻ അലക്കി വെച്ച തുണി വിരിക്കാനായി മോളിലേക്ക് പോയിട്ടാ. മോളിൽ ചെന്നപ്പോൾ വെയിലൊന്നുമില്ല, നല്ല മഴക്കാറുണ്ട്. ഇന്ന് മഴ പറഞ്ഞിട്ടുമുണ്ട്. എന്നാലും പിന്നെ കിടന്നാൽ ഉണങ്ങിക്കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ഇട്ടു കേട്ടാ. ഷീറ്റ് അടിച്ചിട്ടുണ്ട്, അതിൻ്റെ അടിയിലും പുറത്ത് തുണി വിരിക്കാൻ പോകുമ്പോൾ മുകളിൽ ആകാശം കാണാൻ നല്ല ഭംഗിയാട്ടാ. ഒരു നീല കളറൊക്കെ ആയിട്ട്. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു നിന്ന് പെട്ടെന്ന് തന്നെ താഴ്ത്തിക്ക് പോന്നു. കാരണം മോൾക്ക് അപ്പോഴേക്കും വിശന്ന് തുടങ്ങി. അവൾ പറഞ്ഞു തുടങ്ങി അമ്മേ പൊതിച്ചോറ് ഇരിക്കുന്നുണ്ട്, നമുക്ക് പോയി പൊതിച്ചോറ് കഴിക്കാമെന്ന്. അവളുടെ പൊതിച്ചോറും എൻ്റെ പൊതിച്ചോറും ഞങ്ങൾ തുറന്നു കേട്ടാ. അവൾക്കിഷ്ടമായി. ഞങ്ങൾ നിലത്തിരുന്നാട്ടാ ഫുഡ് കഴിക്കാറ്, ഞാനും മോളും. ഹസ്ബൻഡ് നിലത്തിരിക്കാറില്ല, ഞങ്ങൾ നിലത്തിരുന്നാട്ടാ ഫുഡ് കഴിക്കുക. നിലത്തിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അതും പൊതിച്ചോറായാൽ പിന്നെ പറയും വേണ്ട. പൊതിച്ചോറ് പെട്ടെന്ന് കഴിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കാൻ വന്നു കേട്ടാ. കാരണം ഉച്ചയായി, ഇങ്ങിപ്പിട്ടില്ലെങ്കിൽ എപ്പോൾ ചൂടാറാനാ. അച്ചാറിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊക്കെ നന്നാക്കി അച്ചാറിടാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ മീൻ തിരുമ്പി വെച്ചിട്ട് കുറച്ച് നേരമായിരുന്നു കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ തിരുമ്പി വെച്ചേക്കണ മീനുകളിട്ട് വറുത്ത് കോരി എടുക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അച്ചാറിടുക. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വലിയ ചീഞ്ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പും കൂടിയിട്ട് വാട്ടി വന്നപ്പോഴേക്കും ഇവിടെ മീൻ വറുത്ത് കഴിഞ്ഞു കേട്ടോ. ആ മീൻ വറുത്ത ബാക്കി എണ്ണയും അതിലൊഴിച്ച് നന്നായി വാട്ടി. അത് കഴിഞ്ഞ് മുളക് പൊടി, ഉലുവപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി അതൊക്കെ ഇട്ട് ഒരു ഗ്ലാസ് ചൂർക്കയ്ക്ക് 1.5 ഗ്ലാസ് എന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഈ മീനിട്ട് ഇളക്കി തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് കുറുതായി ഇങ്ങനെ വരുമ്പോൾ തീ ഓഫ് ചെയ്യുക കേട്ടോ. ഞാനങ്ങനെ മീനച്ചാറിടാം, എനിക്കറിയില്ല കേട്ടോ ശരിയാണോ എന്ന്. കുറച്ച് നേരം തയ്ക്കാനിരുന്നു കേട്ടോ. തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തെ അച്ചാർ കുപ്പിയിൽ നിറച്ചില്ലല്ലോ എന്ന്. അപ്പോൾ പോയി അത് നിറച്ചു. അത് കഴിഞ്ഞ് വന്ന് മോളുടെ തലയിൽ എണ്ണ തേക്കാൻ നിന്നു കേട്ടോ. എണ്ണ തേച്ച് മസാജ് ചെയ്യും കേട്ടോ സൺഡേ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മുടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ മുടി വന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അവളുടെ തലയിൽ എണ്ണ തേച്ച് വീണ്ടും അടുക്കളയിൽ വന്ന് ചിക്കൻ കറി വയ്ക്കാൻ നോക്കിയിട്ടാണ്. വൈകുന്നേരം ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ചിക്കൻ കറിയൊക്കെ വെച്ച് അടുക്കളയൊക്കെ ക്ലീനാക്കി വീണ്ടും ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ നല്ല കാറ്റ്, നല്ല മഴ വരാൻ പോകുന്നുണ്ട്. പക്ഷെ മഴ പെയ്തില്ല കേട്ടാ, എന്താണെന്നറിയില്ല. അപ്പോൾ പിന്നെ കാണാം കേട്ടാ. ഓക്കെ ബായ്.